So in this section we are going to discuss a new topic, that is diffusion. So this topic belongs to module number 2 of material science. Okay, diffusion is a phenomenon of material transport by atomic motion. Atomic motion ആണ് but diffusion എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ഫിനോമിന ഓഫ് material transport, okay, by atomic motion. It's a process of mass flow by which atoms changes their position related to the neighbor under the influence of thermal energy and gradient. അപ്പം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ആറ്റംസ് അതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. രണ്ട് കാരണങ്ങളാണ് പൊസിഷൻ. ഒന്നാമത്തെ തെർമൽ എനർജി കൊണ്ടും രണ്ടാമത്തത് അവരുടെ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടും. നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആറ്റംസിൻ്റെ എനർജി കൂടുന്നു, വൈബ്രേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. അങ്ങനെ അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുന്നു. അത് മാത്രമല്ല, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, രണ്ട് ആറ്റമുണ്ട്, എ എന്ന് പറയുന്ന ആറ്റം, ബി എന്ന് പറയുന്ന ആറ്റം. അപ്പോൾ എ എന്ന് പറയുന്ന ആറ്റം കൂടുതലുള്ളൊരു പ്ലേസ് ഉണ്ട്, എ എന്ന് പറയുന്ന ആറ്റം കുറവുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ എയിൽ കൂടുതലുള്ള പ്ലേസിൽ നിന്ന് കുറവുള്ള പ്ലേസിലോട്ട് ഈ ആറ്റംസ് മൂവ് ചെയ്യും. എന്താണ് അവിടെ, കോൺസെൻട്രേഷൻ്റെ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ്, ഒന്ന് തെർമൽ എനർജിയും സെക്കൻഡ് ഒന്ന് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ദ പ്രോസസ് ബൈ വിച്ച് ആറ്റംസ് ഓഫ് വൺ മെറ്റൽ ഡിഫ്യൂസ് ഇൻ ടു അനദർ ആറ്റം ഇസ് നോട്ട് ആസ് ഇൻ്റർ ഡിഫ്യൂഷൻ ഓർ ഇംപ്യൂരിറ്റി ഡിഫ്യൂഷൻ. അപ്പം ഇൻ്റർ അതായത് ഒരു ആറ്റം ആ ആറ്റത്തിലോട്ട് അതിനെ ഡിഫ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരാറ്റം വേറൊരു ടൈപ്പ് ഓഫ് ആറ്റത്തിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് ഇൻ്റർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഡിഫ്യൂഷൻ വെച്ചാൽ എന്താണ്, സെയിം ടൈപ്പ് ഓഫ് ആറ്റത്തിനകത്തോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത് പറയുന്നതാണ് സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സിൻ്റെ ഡിഫ്യൂഷൻ. ഫസ്റ്റ് നമുക്ക് പറയേണ്ട ടൈമാണ് ഡിഫ്യൂഷൻ കപ്പിൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫ്യൂഷൻ കപ്പിൾ. ഓക്കെ, എന്താണ് ഡിഫ്യൂഷൻ കപ്പിൾ? The phenomena of diffusion be demonstrated with the use of a diffusion couple. Diffusion couple എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ which is formed by joining two bars of different metals together so that there is intimate contact between two pieces. രണ്ട് ബാർ, ഒരു ബാർ കോപ്പറിൻ്റെ അതിരിക്കട്ടെ, ഒരു ബാർ നിക്കലിൻ്റെ അതിരിക്കട്ടെ, രണ്ടും കൂടെ ഞാൻ കോണ്ടാക്റ്റ് വെക്കുന്നു, ഉണ്ടോ, ഒരു സർഫസ് കോണ്ടാക്റ്റ് വെക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു. ഇത് ഈ ഒരു രണ്ട് മെറ്റൽസ് ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ഹീറ്റ് ചെയ്യാൻ പോവുക. ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ കപ്പിൾ ഹീറ്റഡ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. കുറച്ച് സമയത്തേക്ക് ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് പിന്നെ പതുക്കെ കൂള് ചെയ്യുന്നു. അപ്പോൾ കൂള് ചെയ്ത് നോക്കുമ്പോഴത്തേനും, കൂള് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കെമിക്കൽ അനാലിസിസ് എടുക്കുന്നത്. ഈ ഒരു രണ്ട് മെറ്റൽസിൻ്റെ കെമിക്കൽ അനാലിസിസ് ചെക്ക് ചെയ്യുന്നു. Chemical analysis will reveal that the concentration of metals may vary with position. അതായത് കെമിക്കൽ അനാലിസിസ് നമ്മൾ ആദ്യമേ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ്ലി കോപ്പറായിരുന്നു, ഇത് കംപ്ലീറ്റ്ലി നിക്കലായിരുന്നു. ഇത് ഹീറ്റ് ചെയ്യുന്നു, ഓക്കെ, അടുപ്പിച്ച് ഹീറ്റ് ചെയ്ത് അപ്പോൾ സംഭവിക്കുന്നു, ഇവിടെ കംപ്ലീറ്റ്ലി കോപ്പറല്ല, ഇവിടെ കുറച്ച് നിക്കൽ ആറ്റംസ് ഇവിടെ വരുന്നു, ഇവിടെ കുറച്ച് കോപ്പർ ആറ്റംസ് ഇവിടെ വരുന്നു, അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ വേരി ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് അങ്ങനെ കോൺസെൻട്രേഷൻ വേരിയുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് റിസൾട്ട് ഇൻഡിക്കേറ്റ് ദറ്റ് കോപ്പർ ആറ്റംസ് ഹാവ് മൈഗ്രേറ്റഡ് ഓർ ഡിഫ്യൂസ് ഇൻ നിക്കൽ ആറ്റം ആൻഡ് നിക്കൽ ഹാസ് ഡിഫ്യൂസ്ഡ് ടു കോപ്പർ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ കോപ്പർ ആറ്റംസ് കൂടുതലാണ്, ഇവിടെ കോപ്പർ ആറ്റംസ് ഇല്ല. അപ്പം കോപ്പർ ആറ്റംസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ തിരിച്ചും ഈ ഭാഗത്ത് നിക്കൽ ആറ്റംസ് കൂടുതലാണ്, ഇവിടെ നിക്കൽ ആറ്റംസ് കുറവ്. അപ്പം നിക്കൽ ആറ്റംസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. നോക്കി, ഇത് കണ്ടോ, ഇതൊരു കോപ്പർ സ്ട്രിപ്പാണ്, ഇതൊരു നിക്കൽ സ്ട്രിപ്പാണ്. ഇത് രണ്ടും കൂടെ ഒരു കോൺടാക്റ്റിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഇവിടെ കോപ്പർ ആറ്റംസ് മാത്രമേ ഉള്ളൂ, ഇവിടെ നിക്കൽ ആറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കും, കോപ്പർ ആറ്റംസ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു, നിക്കൽ ആറ്റംസ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ വേരിയേഷൻ ഉണ്ടാവും, ഇല്ലേ. കോൺസെൻട്രേഷൻ വേരിയേഷൻ അതാണ്. ഇനിഷ്യലി എന്താണ്, കോപ്പർ ആറ്റം ഇവിടെ 100% ആണ്, പെട്ടെന്ന് സഡൻ ചേഞ്ച് ഇൻ 0 വരുന്നു, പിന്നെ ഇവിടെ 0 ആണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഡൻ ചേഞ്ച് ആയി ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കും കോപ്പർ ആറ്റംസ് വരുന്നത്. കാരണം ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് 0 ആയി പോകല്ല, കുറച്ച് കോപ്പർ ആറ്റംസ് കുറഞ്ഞ് ഇവിടെ കുറച്ച് കോപ്പർ ആറ്റംസ് ഉണ്ട്, നിക്കലിൻ്റെ സെക്ഷനിൽ കുറച്ച് കോപ്പർ ആറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നിക്കലിൻ്റെ ഇടുമ്പത്തിന് ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ 100% ആണ് നിക്കൽ സൈഡ്, പിന്നെ സഡൻ ചേഞ്ച് 0. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, നിക്കൽ 100%, പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ഗ്രാജുവലായിട്ട് കുറഞ്ഞാണ് വരുന്നത്. കാരണം എന്താണ്, ഈ നിക്കൽ ആറ്റംസ് ഈ കോപ്പർ റോഡിൻ്റെ ഭാഗത്തോട്ട് ഡിഫ്യൂസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. രണ്ട് മെക്കാനിസം ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേന് അവിടെ എന്താണ്, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഡിഫ്യൂഷൻ. എന്താണ്,
ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഒരു എം ടി ലാറ്റിസ് പോയിന്റ് വേണം, എം ടി സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു വേക്കൻസി വേണം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ്, ആ ഒരു ആറ്റത്തിന് ഇറ്റ് മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് എനർജി ടു ബ്രേക്ക് ദ ബോൺസ് വിത്ത് ഇറ്റ്സ് നൈബർ ആറ്റംസ് ആൻഡ് ദെൻ കോസ് സം ലാർജ് ഡിസ്റ്റോർഷൻ ഡ്യൂറിങ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് അടുത്തുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് തൊട്ടടുത്ത ഇതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ ഒരു ലാർജ് ഡിസ്റ്റോർഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫ്യൂഷൻ നടക്കത്തുള്ളൂ. എന്തൊക്കെ? ഒന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു എം ടി സ്പേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ആറ്റം മൂവ് ചെയ്യുന്ന ആറ്റത്തിന് അതിൻ്റെ ബോണ്ടിന് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കണം. ആ എനർജി ഇപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, വേക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒന്നുമില്ലാണ്, അതായത് വേക്കൻസി ഡിഫ്യൂഷൻ ഫിഗർ വെച്ച് നമുക്ക് പഠിക്കാം. ഇതുണ്ടോ, ഇതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. അതിനകത്ത് ഈ ആറ്റത്തിന് തൊട്ടടുത്തൊരു വേക്കൻസി ഉണ്ട്. അപ്പം എന്ത് സംഭവിക്കുന്നത്, ഈ ആറ്റം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആണോ, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആണോ, ഇതിങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആണല്ലോ. അപ്പോൾ ഈ വേക്കൻസി ഡിഫ്യൂഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സെൽഫ് ഡിഫ്യൂഷൻ ഉണ്ട്, ഇൻഡർ ഡിഫ്യൂഷൻ ഉണ്ട്. സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഇത് സെൽഫ് ഡിഫ്യൂഷനാണ്. കാരണം ഇവിടെ റെഡ് കളർ ആറ്റം അല്ലേ വരേണ്ടത്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതും റെഡ് കളർ ആറ്റം തന്നെ, അപ്പോൾ സെൽഫ് ഡിഫ്യൂഷൻ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇൻഡർ ഡിഫ്യൂഷനാണ്. ഇവിടെ റെഡ് കളർ ആറ്റമാണ് വരേണ്ടത്, പക്ഷേ ഏത് ആറ്റം വന്നിരിക്കുന്നത്, ബ്ലാക്ക് കളർ ആറ്റം വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഇൻഡർ ഡിഫ്യൂഷൻ. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് വേക്കൻസിയോട് ഡിഫ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ സെൽഫ് ഡിഫ്യൂഷനാണ്. അതേസമയം ഡിഫറെൻറ്റ് ആറ്റം അതിൻ്റെ വേക്കൻസിയിലോട്ട്, ഈ പൊസിഷനിൽ സത്യം പറഞ്ഞാൽ റെഡാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ ആരാ വന്നിരിക്കുന്നത്, ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അതൊരു ഇൻഡർ ഡിഫ്യൂഷനാണ്. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ, വേക്കൻസി ഡിഫ്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൽഫ് ഡിഫ്യൂഷൻ ഉണ്ട്, ഇൻഡർ ഡിഫ്യൂഷൻ ഉണ്ട്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം നമുക്ക് വേക്കൻസി ഇവിടെ വേണ്ട. പിന്നെ വേക്കൻസി ഇല്ലാതെ എങ്ങനെയാണ്, ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള വോയിഡ് സ്പേസ് ഉണ്ട്, ഇടയ്ക്കുള്ള വോയിഡ് സ്പേസ് ഉണ്ട്. ആ വോയിഡ് സ്പേസിലായിരിക്കും ആര് വന്നിരിക്കുന്നത്, ഒരു ഇംപ്യൂരിറ്റി ആറ്റം വന്നിരിക്കുന്നത്. അതാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന്, മനസ്സിലായില്ലേ. അപ്പം രണ്ട് ആറ്റത്തിൻ്റെ, അപ്പം ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്, ഈ ഇംപ്യൂരിറ്റി ആയിട്ട് വരുന്ന ആറ്റംസ് സ്മോൾ സൈസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡിഫ്യൂഷനെ പറയുന്നവരാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഡിഫ്യൂഷൻ ഇൻവോൾവ്സ് ആറ്റംസ് മൈഗ്രേറ്റ് ഫ്രം ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ ടു നൈബറിംഗ് വൺ, ദാറ്റ് ഈസ് എം ടി. സോ അവിടെ സംഭവിക്കുന്ന ഇംപ്യൂരിറ്റീസ് സച്ച് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് ഹാവ് ആറ്റംസ് സ്മോൾ ഇനഫ് ടു ഫിറ്റ് ഇൻ ടു ദി ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് പൊസിഷൻസ്. ചെറിയ ആറ്റംസിന് മാത്രമേ അവിടെ വന്ന് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. പിന്നെ അടുത്ത് നമുക്ക് പറയാം ഹോസ്റ്റ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇംപ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയുന്നത്, അതുകൊണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൽഫും ഉണ്ട്, ഇൻഡസ്ട്രീഷ്യലുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ നമ്മൾ പുതിയൊരു ഇംപ്യൂരിറ്റി ആറ്റം വരും. ഇത് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയുന്നത്, പുതിയൊരു ഇംപ്യൂരിറ്റി ആറ്റം അല്ല, അതിനകത്തുള്ള ആറ്റം വന്ന് എൻ്റെ വോയിഡ് സ്പേസിൽ കയറിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലാറ്റിസ് ഡിസ്റ്റോർഷനൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതിനകത്ത് എന്താ, ഇൻ ദിസ് മെക്കാനിസം ആൻ ആറ്റം ഒക്കുപ്പൈൻ ആൻ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഫോഴ്സസ് ദ റെഗുലർ ആറ്റം ടു ലീവ് സൈറ്റ് ഇൻഡസ്ട്രീഷ്യൽ. അതായത് എന്താ കേട്ടോ, ഫിഗർ കണ്ടോ നോക്കി തന്നെ മനസ്സിലാവും എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഡിഫ്യൂഷൻ. ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഒന്നുമില്ല, ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ട് പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, അതിനാണ് ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇൻ ദിസ് കേസ് 2 or more adjacent atoms jump past each other to exchange the positions. അല്ല, രണ്ട് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് അതിൻ്റെ പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദിസ് മേ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 or 3 or 4 ആറ്റം, രണ്ട് ആറ്റംസിന് ഇടയ്ക്കാം, 3 ആറ്റത്തിന് ഇടയ്ക്കാം, 4 ആറ്റംസിന് ഇടയ്ക്കാവാം. വെൻ 4 ആറ്റംസ് ആർ ഇൻവോൾവ് അങ്ങനെ പറയുന്ന പേരാണ് സിനർ റിംഗ് എന്ന് പറയും. ആ 4 ആറ്റംസ് ഇൻവോൾവ് ചെയ്ത ഡിഫ്യൂഷനെ പറയുന്നതാണ് സെനർ റിംഗ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് മെക്കാനിസം റിസൾട്ട് ഇൻ സിവിയർ ലോക്കൽ ലാറ്റിസ് ഡിസ്റ്റോർഷൻ, റിക്വയർ മച്ച് മോർ എനർജി ഫോർ ദ ആറ്റംസ് ടു ജമ്പ്. അപ്പോൾ നമ്മൾ ഈ ഡിഫ്യൂഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. വേക്കൻസി ഡിഫ്യൂഷൻ, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ. വേക്കൻസി ഡിഫ്യൂഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. എന്താണ് പഠിച്ചത്, വേക്കൻസി ഡിഫ്യൂഷൻ തന്നെ രണ്ടെണ്ണം പഠിച്ചു. എന്തൊക്കെ, ഒന്ന് സെൽഫും ഒന്ന് ഇൻഡറും. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഇതിൻ്റെ സെൽഫും ഉണ്ട്, പിന്നെ
ഇമ്പ്യൂരിറ്റി ഉണ്ട്. പിന്നെ ലാസ്റ്റ് പഠിച്ചത് ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഡിഫ്യൂഷൻ. അതൊന്നുമില്ല, ജസ്റ്റ് ആറ്റംസിൻ്റെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. കിർക്കിൻഡൽ എഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ കിർക്കിൻഡൽ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ബൈനറി സൊല്യൂഷൻ, അതായത് രണ്ട് സൊല്യൂഷൻ, ഒരു അലോയ് എടുക്കുന്ന, ഈ അലോയ്ക്കകത്ത് എ എന്ന് പറയുന്ന ആറ്റം ഉണ്ട്, ബി എന്ന് പറയുന്ന ആറ്റം, രണ്ട് ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ആറ്റംസിൻ്റെ ഡിഫ്യൂഷൻ റേറ്റ് ഒരുപോലെ അടിക്കത്തില്ല. ഡിഫ്യൂഷൻ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിന് മൂവ് ചെയ്യാനുള്ള കഴിവ് അല്ലേ? ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കൂടെ, ഒരു ഡിഫൈൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ കൂടെ അതിന് മൂവ് ചെയ്യാനുള്ളൊരു കഴിവാണ് അല്ലേ? ആ രണ്ട് ആറ്റംസിനും ഡിഫറെൻറ്റ് ഡിഫ്യൂഷൻ റേറ്റ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി ലോവർ മെൽറ്റിംഗ് പോയിൻ്റ് കമ്പോണൻറ്റ് ഡിഫ്യൂസസ് മച്ച് ഫാസ്റ്റർ ദാൻ ദി ഹയർ. അപ്പം മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുള്ള മെറ്റീരിയൽസ് എന്ത് സംഭവിക്കും? പെട്ടെന്ന് എനർജി കിട്ടും. മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുള്ള സമയത്ത്, മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുള്ള മെറ്റൽസിന് എന്തായിരിക്കും? ഡിഫ്യൂഷൻ റേറ്റ് ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ്, അതായത് ഒരു അലോയ്, ഈ ബൈനറി അലോയ് എന്ന് വെച്ചാൽ രണ്ട് കമ്പോണൻസ് ഉണ്ട് അതിനകത്ത്, എ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, ബി എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ആ എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ബി എന്ന് പറയുന്ന കമ്പോണൻറ്റും ഡിഫ്യൂസ് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല. രണ്ടിനും ഡിഫ്യൂഷൻ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഏത് കമ്പോണൻ്റ് ആയിരിക്കും ഫാസ്റ്റ് ഡിഫ്യൂസ് ചെയ്യുന്നത്? മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുള്ള കമ്പോണൻ്റ് ആയിരിക്കും ഫാസ്റ്റ് ഡിഫ്യൂസ്. അതിനെ പറയുന്ന പേരാണ് കിർക്കിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്റ്റഡി സ്റ്റേറ്റ്, നോൺ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ എലോങ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയും. ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഡിഫ്യൂഷൻ എലോങ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ടൈം, ദെൻ ഈസ് കാൾഡ് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം ഇറ്റ് കാൾഡ് നോൺ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻഡെക്സ് ഓഫ് ദ റേറ്റ് ഓർ ദ ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് ആറ്റംസ് ഡിഫ്യൂസ്. ഇറ്റ് ഈസ് എ ഇൻഡെക്സ് ഓഫ് റേറ്റ് ഓർ ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് ആറ്റംസ് എത്ര ഫാസ്റ്റായിട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കാണിക്കാനുള്ള ഒരു ഇൻഡെക്സാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി ഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഷീസ്, കോമ്പോസിഷൻ ഓഫ് ദി മീഡിയം ത്രൂ ഡിഫ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പാരാമീറ്റേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിഫ്യൂസിവിറ്റി. എന്താണ്? ഫസ്റ്റ് വൺ, ദ ഡിഫ്യൂസിങ് സ്പീഷീസ്, ദ കോമ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ടു ഡിഫ്യൂഷൻ ഓഫ് ആൻഡ് തേർഡ് വൺ ഇസ് ടെമ്പറേച്ചർ. സോ ഇറ്റ് വേരീസ് കോൺസെൻട്രേഷൻ. സാധാരണയായിട്ട് ഇത് കോൺസെൻട്രേഷൻ അനുസരിച്ച് വേരി ചെയ്യുമെങ്കിലും ഫോർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്. ദോ ഇറ്റ് വേരീസ് വിത്ത് കോൺസെൻട്രേഷൻ, ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഫോർ സിംപ്ലിസിറ്റി മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. അപ്പോൾ ഡി എന്ന് പറയുന്ന ഡിഫ്യൂസിറ്റി ആ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കൊണ്ട് ഡി നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്ന് പറയുമ്പോൾ വൈൽ ഡിഫ്യൂസിങ് ആറ്റം വിൽ ഹാവ് ടു ഓവർകം ദ റെസിസ്റ്റൻസ് ആൻഡ് ബാരിയേഴ്സ് ടു their movement and some energy is required for this അല്ലേ? ആറ്റംസ് ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ആറ്റംസിൻ്റെ പൊസിഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ബാരിയേഴ്സ്, തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളെല്ലാം ഓവർകം ചെയ്ത് ആ ആറ്റംസിന് മുന്നോട്ട് പോകണമെങ്കിൽ സം എനർജി ഇസ് റിക്വയർഡ് ഫോർ ദിസ്. സോ ദ എനർജി റിക്വയർഡ് ബൈ an atom to overcome this barrier is known as activation energy. So energy required by an atom to overcome this barrier is known as activation energy Q. Okay, അപ്പോൾ it depends on the various factors like a type of diffusion, crystal structure, ടൈപ്പ് ഓഫ് ബോണ്ടിങ്, സൈസ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഇതിനെ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഇതാണെന്നുള്ളത്. ആക്ടിവേഷൻ എനർജി ഏത് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷനാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ബോണ്ടിങ്, സൈസ് ഓഫ് ആറ്റംസ് എക്സെട്ര എല്ലാം ആക്ടിവേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിത് മൂന്ന് സിമ്പിളാണ്. സെൽഫ് ഡിഫ്യൂഷൻ, ഇൻ്റർ ഡിഫ്യൂഷൻ, സർഫസ് ഡിഫ്യൂഷൻ. സെൽഫ് ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമുള്ള ഡിഫ്യൂഷനാണ്. ആറ്റംസ് സിമിലർ ഒരേ ടൈപ്പുള്ള ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യുന്ന സെൽഫ് ഡിഫ്യൂഷൻ. ഇൻ്റർ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു അലോയിൽ നടക്കുന്നതാണ്. ഒരു മെറ്റലിനകത്തോട്ട് വേറൊരു ഇമ്പ്യൂരിറ്റി ആറ്റം ഡിഫ്യൂസ് ചെയ്യുന്നു. അതിന് ഇൻ്റർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. സർഫസ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന് സർഫസിലുള്ള ആറ്റംസ് അതിൻ്റെ ഇന്നർ കോർ ഓഫ് ആറ്റംസിലോട്ട് ക്ലോസ്ലി ബൗണ്ടഡ് അല്ല, അല്ലെങ്കിൽ സ്ട്രോങ്ലി ബൗണ്ടഡ് അല്ല. അങ്ങനെ വരുമ്പോഴത്തേന് ഈ സർഫസ്
സർഫസിലുള്ള ആറ്റംസ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ആ സർഫസിലുള്ള മോഷൻ അല്ലെങ്കിൽ ആറ്റത്തിലുള്ള മോഷനാണ് സർഫസ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻ. നമുക്കറിയാം ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഇസ് എ സോഴ്സ് ഓഫ് ഇൻപെർഫെക്ഷനാണ്. ഈ ഗ്രെയിൻ ബൗണ്ടറിയുള്ള ആറ്റംസ് ഇന്നർ ക്രിസ്റ്റൽസിൽ പോലെ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സം കൈൻഡ് ഓഫ് ഇൻപെർഫെക്ഷൻ അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ atoms at the grain boundary of the polycrystalline solids are also not tightly bonded. So, hence atoms present in the grain boundary take part more readily in diffusion process. So, അവിടെ വരുമ്പോഴത്തേന് ഗ്രെയിൻ ബൗണ്ടറിയിലുള്ള ആറ്റംസ് കൂടുതൽ ഡിഫ്യൂഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാസ്റ്റ് നമുക്ക് പറഞ്ഞത് വോളിയം ഡിഫ്യൂഷനാണ്. ദ ബൾക്ക് മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ത്രൂ ദ സോളിഡ് ടൈംസ് ആൻഡ് വോളിയം ഡിഫ്യൂഷൻ. സിമ്പിളാണ്, ഈ മൂന്നെണ്ണം വളരെ സിമ്പിളാണ്. സെൽഫ് ഡിഫ്യൂഷൻ, ഇൻ്റർ ഡിഫ്യൂഷൻ, സർഫസ് ഡിഫ്യൂഷൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻ ആൻഡ് വോളിയം ഡിഫ്യൂഷൻ. ബൾക്ക് മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ത്രൂ ദി സോളിഡ് ഈസ് നോൺ ആസ് വോളിയം ഡിഫ്യൂഷൻ. Okay, so next one is the factors affecting diffusion process. So nature of diffusion, അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് എന്ന് ആലോചിച്ച് നോക്കി. ഫാക്ടേഴ്സ് ഈ ഒരു നേച്ചർ ഡിഫ്യൂസിങ് സ്പീഷീസിൻ്റെ നേച്ചർ ഡിഫ്യൂസ് അത് ഇതിനകത്ത് എന്തൊക്കെ വരും? അറ്റോമിക് ഡയമീറ്റർ ഓഫ് ദ ആറ്റം, ദെൻ ബോണ്ടിങ് ഇങ്ങനെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ നേച്ചർ ഓഫ് സ്പീഷീസിൻ്റെ അറ്റോമിക് ഡയമീറ്റർ, നേച്ചർ ഓഫ് ബോണ്ടിങ്, മെൽറ്റിംഗ് പോയിന്റ്, കോൺസെൻട്രേഷൻ ഓഫ് ദ മീഡിയം. സെക്കൻഡ് വൺ ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് മീഡിയം ഇൻ ടു ദി ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ്. തേർഡ് വൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതിനകത്ത് വരുമ്പോൾ തന്നെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ വരും, അറ്റോമിക് ഡെൻസിറ്റി വരും, പിന്നെ ഡിഫ്യൂഷൻ അറ്റോമിക് ഡെൻസിറ്റി അലോങ് ദി ഡിഫ്യൂഷൻ ഡയറക്ഷൻ, ഡിസ്റ്റോർഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് ആ സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ക്രിസ്റ്റൽ ഇൻപെർഫെക്ഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രെയിൻ സൈസ് ഫൈൻ ഗ്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് മീൻസ് മോർ ഗ്രെയിൻ ബൗണ്ടറി, ഹെൻസ് മോർ ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻ അല്ലെ, ഗ്രെയിൻ ബൗണ്ടറിയുള്ള ആറ്റംസ് ക്ലോസ്ലി ബൗണ്ടഡ് അല്ല അല്ലേ, അപ്പോൾ അവിടെ മൂവ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറിയുള്ള ആറ്റംസ് ഡിഫ്യൂഷൻ പ്രോസസ്സിനകത്ത് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്രെയിൻ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് ആണെങ്കിൽ ഡിഫ്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ടെമ്പറേച്ചർ നമ്മൾ ഹയർ ടെമ്പറേച്ചർ എത്തുമ്പോൾ കൂടുതൽ എനർജി കിട്ടും ആറ്റത്തിന്. അങ്ങനെ കൂടുതൽ എനർജി കിട്ടുമ്പോഴത്തേന് ആറ്റത്തിന് മൂവ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. അങ്ങനെയാണ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ആറ്റംസ് മൂവ് ചെയ്യും. അടുത്ത ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേന് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയേഴ്സാണ്, തടസ്സങ്ങളാണ്. ഈ ആറ്റത്തിന് മൂവ് ചെയ്യാനോട് പാത്തിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ഇമ്പ്യൂരിറ്റി ചെയ്യുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ പ്രോസസ്. നമ്മൾ നേച്ചർ ഓഫ് ഡിഫ്യൂസിങ് സ്പീഷീസ്, കോൺസെൻട്രേഷൻ ഓഫ് ദ മീഡിയം, ക്രിസ്റ്റൽ സ്ട്രക്ചർ, പ്രസൻസ് ഓഫ് ഇൻപെർഫെക്ഷൻസ്, ഗ്രെയിൻ സൈസ്. ഫൈൻ ഗ്രെയിൻസ് മീൻസ് മോർ ഗ്രെയിൻസ് ബൗണ്ടറീസ് ആൻഡ് hence more diffusion path, and temperature means higher the temperature faster the diffusion. Presence of impurities slow down the diffusion. അപ്പോൾ ഇത്രയാണ് ഡിഫ്യൂഷൻ എന്ന സെക്ഷനിൽ നമുക്ക് അർജൻറ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട സെക്ഷൻ. ഇനി ഇതുകൊണ്ട് തീർന്നില്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫിക്സ് ലോ, ഡിഫ്യൂഷനെ ഗവൺമെൻറ് രണ്ട് ലോസ് ഉണ്ട്, ഫിക്സ് ലോ, അത് രണ്ടും കൂടെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.